അതായത് എല്ലാ ഫാൻസിന്റെയും അഖിലലോക പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. പറയൂ ദിനേശ്. ദിനേശ്, എനിക്ക് ഒറ്റ ചോദ്യം. അതായത് മലയാള സിനിമയിൽ ഫാൻസ് ഉണ്ടായി എവരി 80കളുടെ അവസാനം 90 അവസാനം എവരേജ് എന്ന് പറയും. അപ്പൊ അതിനു മുമ്പ് മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റ് പാച്ചല്ലൂർ രാജാരാമൻ നായർ നസീർ സാറിന് ചെയ്ത ആദ്യത്തെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ പാച്ചല്ലൂർ രാജാരാമൻ നായരാണോ ചെയ്തത്? ഓക്കെ, അതിന്റെ ചരിത്രം അങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതായത് മലയാള സിനിമയ്ക്ക് അപ്പൊ ഇവര് തന്നെ പറയുന്നു, അല്ല എനിക്കൊന്ന് നന്ദിയേട്ടാ പറഞ്ഞു തോന്നുന്നു, അതായത് മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഈ ഫാൻസ് വേണമെന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ഞുമൽ ബോയ്സ്. ആദ്യ ഷോയ്ക്ക് മഞ്ഞുമൽ ബോയ്സിന് ഫാൻസ് അസോസിയേഷനിലുള്ള നടന്മാരും ഇല്ല. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. ആദ്യ ഷോയ്ക്ക് എല്ലാ തിയേറ്ററുകളും നിറഞ്ഞൊഴുകിയത് അത് ഈ പറയുന്ന സിനിമാ പ്രേമികളായ നമ്മുടെ ഫാൻസാരാണ് കയറിയത് എല്ലാവരും. അതിനുശേഷമാണ് ആ സിനിമ റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയരുത്. ഏതെങ്കിലും ഒരു നടന്റെ ചേട്ടാ, ഞാനതാ നേരത്തെ പറഞ്ഞത്. ഒരു ചോദ്യം ചോദിക്കുന്നു ചേട്ടാ, ഈ കേരളത്തിലെല്ലാം കൂടി ഇപ്പൊ എത്ര ഫാൻസ് ഉണ്ട് നിങ്ങളുടെ എല്ലാ സംഘടനകളും? അല്ല, ഔദ്യോഗികമായിട്ട് നിൽക്കുന്നത് ഒരു 10-15 ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. 15 എല്ലാം അവരെല്ലാം കൂടെ എത്ര വരും? ഒരു 2 ലക്ഷത്തിന് പുറത്ത് വരും. 2 ലക്ഷം ഔദ്യോഗികമായിട്ടുള്ള ഈ 2 ലക്ഷം ആളുകള് മാത്രം സിനിമ കണ്ടാൽ ഒരു തവണ കാണും. അല്ല സാർ, ഔദ്യോഗികമായിട്ടുള്ളതാണ് പറഞ്ഞത്. അനൗദ്യോഗികം പോട്ടെ, നമ്മൾ ഔദ്യോഗികം എടുക്കാൻ വരും. 2 ലക്ഷം ഫാൻസ് കൊണ്ട് ഒരു സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ലാഭകരമായിട്ട് ഓടിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. പിന്നെ എത്ര വേണം നിങ്ങൾക്ക്? ഒരു 10 ലക്ഷം പേര് മതിയോ? മിനിമം ഒരു 10 ലക്ഷം പേരുണ്ടെങ്കിൽ മിനിമം വേണമല്ലോ. എന്നാലല്ലേ പ്രൊഡ്യൂസർ കരയാതെ വീട്ടിൽ പോകും. അപ്പൊ 8 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കും? അത് സാധാരണ, അതാ നിങ്ങൾ അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ വേറൊരു ഉദാഹരണം പറയാം. TV ചന്ദ്രന്റെ പടത്തിലും അടൂർ ഗോപാലകൃഷ്ണന്റെ പടത്തിലും ദിലീപ് അഭിനയിച്ചു. രണ്ടുപേരും പ്രദർശന രംഗത്ത് ദയനീയ പരാജയമാണ്. ഇപ്പോ അടൂർ ഗോപാലകൃഷ്ണനെ വെച്ച് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം ഇപ്പൊ ചെയ്യുന്നു. എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, തിരുവനന്തപുരത്ത് റിലീസ് ചെയ്യുന്ന തിയേറ്ററിലെങ്കിലും ആദ്യത്തെ ഒരു 3 ദിവസം ഹൗസ്ഫുൾ ആക്കണേ. അടൂർ ഗോപാലകൃഷ്ണന്റെ പടം അടൂർ ഗോപാലകൃഷ്ണന്റെ പടം ഫസ്റ്റ് ഷോ ഫുൾ ആണ്. സാറിന്റെ ബെറ്റ് വയ്ക്കുന്നു. കൈരളി തിയേറ്ററിൽ തിരുവനന്തപുരത്തെ സർക്കാരിന്റെ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആണ് ഫസ്റ്റ് ഷോ. ഇതിനകത്ത് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത് സിനിമ ആയിക്കോട്ടെ, ആ സിനിമ ഡയറക്ട് ചെയ്യുന്ന സംവിധായകനെ നോക്കി, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നോക്കി, അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് വെച്ച് കൃത്യമായി വിലയിരുത്തി സിനിമ കാണാനുള്ള നല്ലൊരു സംഭവം ഇവിടെയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്കയും കൂടെ ഒരു പടം ചെയ്യുമ്പോൾ അത് എത്ര പ്രേക്ഷകർ കാണണം, എങ്ങനെ കാണണം കൃത്യമായി. ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ കൃത്യമായി പിന്നണി നോക്കി കാണുന്ന നല്ലൊരു സമൂഹം ഇവിടെയുണ്ട്. സിനിമ വിലയിരുത്തുന്നവർ അവർ ആ സിനിമകൾ കാണും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളും ആ സിനിമ എല്ലാവരും കാണാറില്ല. പറഞ്ഞോട്ടെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇന്നും മെയിൻ സ്ട്രീമും ഓഫ് സ്ട്രീമും സിനിമകൾ ചെയ്യാൻ ഒരു പരിധിവരെ ഒരു 100-ൽ 1% അദ്ദേഹത്തിനുള്ള ഊർജ്ജം അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ്. അല്ല, ഫാൻസ് അല്ല, അങ്ങോട്ട് ദീർഘവീക്ഷണം അതിൽ ഫാൻസ്. അദ്ദേഹം കാലത്തിനനുസരിച്ച് മാറാൻ എവരൊന്നും കാരണം പല നടന്മാരും പൈസ മാത്രം പരിഗണിക്കുമ്പോൾ പൈസ പരിഗണിക്കാതെ പുതിയ സിനിമകൾ ചെയ്യാൻ അദ്ദേഹം കാണിക്കുന്ന ധൈര്യം. മമ്മൂക്ക എന്ന് പറഞ്ഞ നടന്റെ ഏത് സിനിമ വന്നാലും ഫസ്റ്റ് പോയി കാണുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ കൊണ്ടൊന്നുമല്ല മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ മാറിയത്. മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ മാറിയത് അദ്ദേഹം കുറെ സെറ്റ് ഓഫ് സിനിമകൾ അഭിനയിച്ചപ്പോഴേക്കും കുറെ ആളുകൾക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടാതെ വന്നു. അപ്പോൾ ആ ക്രിറ്റിസിസം ഏറ്റെടുത്ത് സ്വയം മാറണമെന്ന് തോന്നി വിവിധ തരമുള്ള സ്ക്രിപ്റ്റുകളും പുതുമുഖ സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും മ്യൂസീഷ്യൻസിനൊക്കെ ചാൻസ് കൊടുത്ത് കാലത്തിലോട്ട് മാറിയതുകൊണ്ടാണ് മമ്മൂക്ക. അല്ല, അത് ഫാൻസുകാരും അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് അത് ഫാൻസ് കാരണമാണോ? വീട്ടിലിരുന്ന് വെച്ചാൽ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങി തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടുകൊണ്ട് ഹിറ്റായ പടങ്ങളാണ് ആവേശം, മഞ്ഞുമൽ ബോയ്സ്. ഇതെല്ലാം അത് നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ചോദ്യം ചോദിച്ചപ്പോ പദയാത്ര വരുന്ന സിനിമ 3 ദിവസം തിരുവനന്തപുരത്ത് ഒഴിക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രചോദനം, അദ്ദേഹത്തിന്റെ ഫാൻസ് 100% 1% ഞാൻ അവകാശപ്പെട്ടത് ഫാൻസുകാർ കാണുന്നു എന്നുള്ളത്. ഞാൻ 99 വിട്ടിരിക്കുക. അതാർക്കാന്നറിയോ? നിങ്ങളെ പോലുള്ള സിനിമ ആസ്വദിക്കുന്ന ആളുകൾക്ക് വിട്ടിരിക്കുക.
ഇത് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് ചേട്ടാ, Yes, അപ്പൊ- yes. ശതമാനം ഞാൻ Very good, പറഞ്ഞത്. very good, very good. ചേട്ടൻ അവർക്ക് 1% ക്രെഡിറ്റ് ചേട്ടൻ അത് മതി. പറഞ്ഞോണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നേരത്തെ സജി ചേട്ടൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഒരു കാര്യം, കുറെ കാര്യം പറഞ്ഞു. സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞ ആൾക്കാർ സിനിമയെ തകർക്കുന്നു എന്നുള്ളത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ കൂട്ടത്തിൽ താങ്കളെ ഉദ്ദേശിച്ചല്ല. അല്ലല്ല ഞങ്ങളെ എന്റേതല്ല, ഉദ്ദേശിച്ചല്ല. ഞാൻ പൊതുവായിട്ട് പറയാം. അപ്പൊ നിങ്ങളെല്ലാം ഓരോ നടന്മാരെ ഇൻഡിവിജ്വൽ ഫാൻസ് അസോസിയേഷൻ നടത്തുന്നവരാണ്. സിനിമ നിരൂപണം ചെയ്യുന്നവരാണ് ശരിക്കുള്ള സിനിമ ആസ്വാദകർ. കാരണം എന്താ പറയട്ടെ, ഏത് അല്ല, നിങ്ങൾ ആസ്വാദകർ തിയേറ്റർ നിറയ്ക്കൂ. അല്ല സാർ നിറയ്ക്കോ നിറയ്ക്കോ അത് പറയണം. നിറക്കാറുണ്ടല്ലോ. എനിക്ക് ഷെനായി ചോടനോട് ചോദിക്കണം. അല്ല റെഗുലർ ആയിട്ട് യഥാർത്ഥ സിനിമ സിനിമ കാണുന്നവരാണ് സിനിമ ഒരു സെക്കൻഡ് നിങ്ങൾ സംസാരിച്ചപ്പോ ഒരു മനുഷ്യൻ ഇവർക്ക് ഇഷ്ടമല്ലാത്ത തിയേറ്ററോട് വെറുതെ മിണ്ടായിരിക്കായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.